ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തെയാണ് കാണിക്കുന്നത്. ലവ് ജിഹാദ് ഇല്ല, അതുപോലെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല, ബീഫ് കഴിക്കാൻ നിർബന്ധിക്കാറില്ല, മതം മാറാൻ നിർബന്ധിക്കാറില്ല. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ പറയുമെങ്കിലും ഇത് സത്യമല്ല എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൂടിയാണ് ഇപ്പോൾ വന്നത്. നാസിക്ക് ഈ ഒരു പരാതി ഉയർന്നു വന്നു, പക്ഷേ കേരളത്തിൽ നിന്ന് കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ സത്യങ്ങൾ കേരളത്തിലെ പെൺകുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അറിയിക്കേണ്ടതാണ്. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസിയിൽ ഉണ്ടായിട്ടുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജീവനക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വളരെ സജീവമായി തന്നെ പുറത്തേക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മോട് പ്രതികരിക്കാനുള്ളത് മുൻ സംസ്ഥാന പോലീസ് മേധാവി കൂടിയായിട്ടുള്ള TP സെൻകുമാർ സാറാണ്. സാർ നമസ്കാരം. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ്, അത് വളരെ ഒരു ഞെട്ടൽ, കേരളത്തിൽ തന്നെ അതൊരു വലിയ ഞെട്ടൽ. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു, പല രീതിയിൽ തന്നെ അവ പുറത്തേക്ക് വന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് വളരെ ഞെട്ടലോട് കൂടിയാണ് കേൾക്കുന്നത്. കാരണം ഒരു 4 വർഷക്കാലം തുടർച്ചയായി തുടർന്നു വന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ സജീവമായി ചർച്ചയിലേക്ക് വരുന്നു, ഒപ്പം തന്നെ അന്വേഷണത്തിലേക്കും പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാർ പോലീസ് മേധാവിയായിരുന്നിട്ടുണ്ട്, പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ നേരിടുന്നതിനായിട്ട് ഇപ്പോൾ പോഷ് ആക്ട് ഉണ്ട്. അപ്പോൾ പക്ഷേ ഈ ഇൻസ്റ്റൻസിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നിദാ ഖാൻ എന്ന് പറയുന്ന അവർ തന്നെയാണ് പോഷ് ആക്ടിൻ്റെ ഹെഡായിട്ട് വന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പരാതി പറഞ്ഞാൽ അവർ ആ പരാതി ഒതുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമൺ അറ്റ് വർക്കിംഗ് പ്ലേസസ്, അപ്പോൾ ആ വൈശാഖ കേസിലെ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് അനുസരിച്ചുള്ള ആക്റ്റാണ്. അത് പ്രോപ്പറായിട്ട് നടപ്പാക്കാനായിട്ട് ഈ പറയുന്ന ആളും പിന്നീട് വരുന്ന ഹെഡ്സ് ഓഫ് ടീംസ്, ആ ഹെഡ്സ് ഓഫ് ടീംസിന് എല്ലാ അവസരവും അവർ ഒരുക്കി കൊടുത്ത് അതിൽ വന്നിരുന്ന ടീം മെമ്പേഴ്സായിട്ട് വന്നിരുന്ന ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന കുട്ടികളെ ഈ രീതിയിൽ പ്രസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരാളുടെ കുട്ടീനെ ഭാര്യയെ വരെ കൊണ്ട് കൊടുക്കണമെന്ന് വരെ ഒരു ഇറ്റ്സ് എ മെയിൽ ആൾസോ, സ്ത്രീകൾ കൂടാതെ ഒരു മെയിലും ഈ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ അടുത്തും ഈ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തെയാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ TCS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഏകദേശം 4 ലക്ഷം ജീവനക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഒരു നിദാ ഖാനും അവരുടെ കൂട്ടാളികൾക്കും കൂടി 4 വർഷത്തോളം ഇത്തരം ഒരു കാര്യം ചെയ്തു പോകാൻ സാധിച്ചു എന്ന് പറയുന്നത്, കംപ്ലയിൻസ് പുറത്ത് അറിയാതെ പോയി എന്ന് പറയുന്നത് വളരെ അപകടകരമായൊരു സ്ഥിതിവിശേഷത്തെ കാണിക്കുന്നു. മറ്റൊരു സ്ഥലത്ത്, അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുട്ടി 19 വയസ്സുകാരൻ 180 സ്ത്രീകളെ, മിക്കവാറും ഗേൾസ് തന്നെ, അവരുമായിട്ട് ഇതുപോലെ നാർക്കോട്ടിക്സ് ഉപയോഗിച്ചിട്ട് അത് ചെയ്ത് പടമെടുത്ത് അത് കൊടുത്ത് അതെല്ലാം പബ്ലിഷ് ചെയ്ത് അവരെ ട്രാപ്പ് ചെയ്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലവ് ജിഹാദ് ഇല്ല, അതുപോലെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല, ബീഫ് കഴിക്കാൻ നിർബന്ധിക്കാറില്ല, മതം മാറാൻ നിർബന്ധിക്കാറില്ല. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ പറയുമെങ്കിലും ഇത് സത്യമല്ല എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൂടിയാണ് ഇപ്പോൾ വന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യധാര മലയാള മാധ്യമങ്ങൾ ഇത് ടേക്കപ്പ് ചെയ്യാതെ ഇരിക്കുന്നത്. മുഖ്യധാര മലയാള മാധ്യമങ്ങളിൽ ഇതൊരു ചർച്ചയായിട്ടില്ല. ഇത്രയും സീരിയസ് ആയിട്ട് നാഷണൽ മാധ്യമങ്ങളിൽ വന്നൊരു ചർച്ച എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങളിൽ ചർച്ചയാകാത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മലയാള മാധ്യമങ്ങളുടെ നല്ലൊരു വിഭാഗം മാധ്യമപ്രവർത്തകരും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരും, അത് നടക്കണമെങ്കിൽ നടക്കട്ടെ, അതങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണിതിൽ. അപ്പോൾ പോഷ് ആക്ട് നടപ്പാക്കാനായിട്ടുള്ള ഒരു സംവിധാനം കർശനമായിട്ട് അതിൻ്റെ മുകൾ തട്ടിലും, അതായത് ഈ പറയുന്ന ഒരു പോഷ് ആക്ടിൻ്റെ ഒരു ഹെഡിന് ഉപരിയായിട്ട് മറ്റൊരു, അത് വാസ്തവത്തിലൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ഒരാൾ മാത്രമാണ് ഈ പറയുന്ന അവിടുത്തെ ഹെഡ്. അപ്പോൾ ആ കമ്മിറ്റി എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിനൊരു കമ്മിറ്റി ഉണ്ട് എല്ലാ യൂണിറ്റിലും, സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്ലേസസിലെ എല്ലാ യൂണിറ്റിലും അതിനൊരു കമ്മിറ്റി ഉണ്ട്.
ആ കമ്മിറ്റിയിൽ പുറത്തുനിന്നുള്ള വിമൻ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നമ്പർ എല്ലാം കൊടുത്ത് ആ നമ്പറിലേക്ക് പരാതി പറയാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ എല്ലായിടത്തും നമ്പർ കാണിക്കണം. അതായത് നമ്മൾ കുറേ നാൾ മുമ്പ് ഇത് നമ്മളെ റാഗിങ്ങിന് എതിരായിട്ട് കുട്ടികൾക്ക് നമ്പറൊക്കെ കൊടുത്ത് കാണിക്കുമായിരുന്നു. അതേപോലെ എല്ലാ ഓഫീസുകളിലും ഇത് ഫ്രണ്ടിൽ തന്നെ പ്രദർശിപ്പിക്കാനായിട്ട് കമ്പൽസറി ആയിട്ടൊരു നിയമം ഉണ്ടാവണം. ഇതാണ് നിങ്ങളുടെ കമ്മിറ്റി, ഇതിൽ ഏത് അംഗത്തെ വേണമെങ്കിലും വിളിച്ച് പറയാം. കാരണം ഒരാൾ അത് ഡിസ്കാർഡ് ചെയ്താൽ മറ്റൊരാളോട് പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകണം. അങ്ങനെ അവരുടെ ചെയർപേഴ്സൻ്റെ പേര്, അതുപോലെ ആ കമ്മിറ്റിയിലെ മറ്റ് മെമ്പേഴ്സിൻ്റെ പേര്, അതെല്ലാം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിലുള്ളൊരു പ്രവൃത്തി അവിടെ ഉണ്ടായിട്ടില്ല. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ അതാത് സ്റ്റേറ്റ്സും, കാരണം ഇത് പലതും സ്റ്റേറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, പോലീസിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതാണ്, അവർ കമ്പൽസറി ഓർഡർ ഇഷ്യൂ ചെയ്യണം. എല്ലാ വർക്കിംഗ് പ്ലേസസിലുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ നമ്പേഴ്സ് എക്സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുകളാണ് ഇതിനകത്ത് കുറ്റവാളികളായി വന്നിട്ടുള്ളത്. അതേ സമയത്ത് തന്നെയാണ് ഇതുപോലുള്ള മറ്റ് കമ്പനികൾ, സാർപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പനികൾക്കുള്ളിൽ തന്നെ പരാതികൾ പറയുന്നതിനുള്ള പരാതി പരിഹാര സെല്ലുകളൊക്കെ ഉണ്ട്. അവയൊന്നും പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന പല കമ്പനികളിലും ഇല്ല. സ്കൂളുകൾ പോലും അത്തരത്തിലില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. അത്തരം കമ്മിറ്റികൾ അത് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് ഒരു പ്രത്യേക അന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ അങ്ങോട്ട് പെട്ടെന്ന് സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വിസ്തൃതമായൊരു ഏരിയ ആണ്. പോലീസിന് മറ്റു കാര്യങ്ങൾ നോക്കാൻ പോലും സമയമല്ല. ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നല്ലാതെ അങ്ങോട്ട് പോയിട്ട് അന്വേഷിക്കുക ഇത് ഇൻറ്റേർണൽ കാര്യമാണ്. അപ്പോൾ ഇൻറ്റേർണൽ കാര്യത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ട് വരാം ഇത്തരം ഒരു കമ്മിറ്റിയുടെ കംപ്ലീറ്റ് നമ്പേഴ്സിനെ എക്സിബിറ്റ് ചെയ്യുക. അത് എല്ലാ ജീവനക്കാർക്കും അവർക്ക് ഒരു കാർഡിൻ്റെ രൂപത്തിൽ അവൈലബിൾ ആക്കുക. അതുപോലെ ഇമെയിലായിട്ട് അവർക്ക് പരാതികൾ അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അവരുടെ പരാതികൾ വന്നാൽ അത് സീക്രട്ടായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് നാസിക്കിൽ മാത്രം ഇപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്നത് നാസിക്കിൽ നിന്നാണ്. ഈ നാസിക്കിൽ അല്ലെങ്കിൽ ഈ മഹാരാഷ്ട്ര പോലെയുള്ള അല്ലെങ്കിൽ യു പി ഉത്തർപ്രദേശ് പോലെയുള്ള ആ ഭാഗങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നു വന്നത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ കമ്പനികളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ ആയി ഉയർന്നു വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിന് വേണ്ട നടപടികൾ ഇത്തരം ഈ രീതിയിലില്ല. ഇതിപ്പോൾ മാലേഷ്യയായിട്ട് കണക്റ്റഡ് ആണ്. ഈ കുട്ടികളെ മാലേഷ്യയിലേക്ക് കടത്താനായിരുന്നു ശ്രമം എന്നാണ് നമ്മൾ പ്രാഥമികമായിട്ട് അറിയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ കാണുന്നത്. പക്ഷേ മറ്റ് പരാതികൾ ഇതേപോലെ ഒരു മതപരമായിട്ട് മതം മാറ്റാനും അതുപോലെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടത്താനുമുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇതുവരെ നമുക്ക് പുറത്തു വന്നിട്ടില്ല. പലപ്പോഴും മീ ടു പറഞ്ഞതുപോലെ ഈ മീ ടു പുറത്തു വരുമ്പോഴായിരിക്കും ബാക്കിയെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകെ ബാക്കിയുള്ളത് കുറേ കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ഏതെങ്കിലും നമ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിൽ വേണ്ടത് ഇപ്പോൾ 112 നമ്പറൊക്കെ ഉള്ളതുപോലെ വിമൻ കംപ്ലയിൻസിനുള്ള നമ്പറുകളൊക്കെ ഉള്ളതുപോലെ ആ നമ്പറിലും ഇത്തരം കാര്യങ്ങൾ കൂടി സ്വീകരിക്കാനായിട്ടും നടപടിയെടുക്കാനായിട്ടും സൗകര്യമുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ മാത്രമാണ് ഇത് നേരത്തെ സാർ സൂചിപ്പിച്ചാണ് ഇപ്പോൾ മറ്റ് പത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാൻ ഇത് ഒരിക്കലും തയ്യാറാകാത്ത ഒരു സാഹചര്യം. അതിനൊരു വളക്കൂറായിട്ട് കേരളം മാറുന്നുണ്ട് എന്ന് നേരത്തെ മുതൽ തന്നെ ഉയർന്നു വരുന്ന ഒരു കാര്യം കൂടിയാണ്. അത് എത്രത്തോളം സൗകര്യപ്രദമാക്കി കൊടുക്കുകയാണോ ചെയ്യുക? തീർച്ചയായിട്ടും അവർക്ക് ഒരു വളരെ വൺ സൈഡഡ് വ്യൂ ആണുള്ളത്. അതായത് ഇതൊന്നും നടക്കുന്നില്ല. അതേസമയം ഇതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ഉത്തരേന്ത്യയിലോ മറ്റോ നടക്കുകയാണെങ്കിൽ വളരെ വലുതായിട്ട് അത് കാണിക്കാനും എല്ലാം വളരെ അതിനും കാത്തിരിക്കും. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു മതമാറ്റത്തിൻ്റെ കേസിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായിരുന്ന ഇഷ്യൂ എന്ത് ഭീകരമായ വിധത്തിലാണ് ഇവിടെ ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരം ഇഷ്യൂ ഉണ്ടായിട്ട് ഈ പത്രങ്ങളും അതല്ലാതെ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊന്നും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു നരേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ നെഗറ്റീവിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ കേരളത്തിൽ സത്യം പുറത്തു വരുള്ളൂ. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നതിൻ്റെ ഒരു ഭാഗമാണ് മധ്യപ്രദേശ് പെൺകുട്ടി ഇവിടെ വന്ന് വിവാഹിതയാകുന്നതും
അതിന് രാഷ്ട്രീയ പിന്തുണകൾ വരുന്നതും കൂടി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുംഭമേള പെൺകുട്ടിയുടെ കാര്യത്തിലും വന്നത് കേരളത്തിലേക്കാണ് വന്നത്. എന്നിട്ട് ചെയ്തതെന്നാണ് തെറ്റായിട്ടൊരു കാര്യം. ഇനി അങ്ങനെ വരികയാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചാണ് അത് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഹിന്ദുവും മുസ്ലിമും വിവാഹിതരാണ്, ആ വിവാഹത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ലയെന്ന് ഇവർക്കെല്ലാം അറിയേണ്ടതാണ്. അതിൽ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ്, ഇൻ്റർ റിലീജിയസ് മാരേജ് നടത്തിയ ഒരു MP പോലും ഉണ്ടായിരുന്നു. എന്നിട്ടും അത് ചെയ്തില്ല എന്നുള്ളതാണ് അതിൽ അത്ഭുതകരമായിട്ടുള്ളത്. ഇത് കേരളം വളരെയധികം ചേഞ്ച് ചെയ്തിട്ട് ഒരു സൈഡഡായിട്ട് മാധ്യമങ്ങളിൽ ഒരുവിധ മാധ്യമപ്രവർത്തകർ പോകുന്നു, കണ്ണുമടച്ച് പോവുകയാണ്. അതിനെതിരെ നമ്മൾ മറ്റുള്ളവർ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തിയാൽ മാത്രമേ അവരുണ്ടാക്കുന്ന ഈ എക്കോസിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്ത് സത്യങ്ങൾ പുറത്തു വരുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്പേഴ്സ് എല്ലാം കൊടുക്കണം. എല്ലാവർക്കും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ പോലീസിൻ്റെ നമ്പേഴ്സ് കൊടുക്കണം. ആ പോലീസിൻ്റെ നമ്പേഴ്സിലേക്ക് ഇത് കൊടുത്താൽ അന്വേഷണം ഉണ്ടാകുന്ന ഉറപ്പാക്കണം. അങ്ങനെ ഇപ്പം സ്ത്രീകൾ തന്നെ ഇത്തരം കമ്മിറ്റികളുടെ ഹെഡായിട്ട് ഇരുന്നാൽ പോലും ഇങ്ങനെ സംഭവിക്കാം എന്നൊരു സൂചന കൂടി ഇത് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റികളുടെ കംപ്ലീറ്റ് ആ ഡിസ്ക്രിപ്ഷൻ നമ്പേഴ്സ് എല്ലാം കൊടുത്താൽ മാത്രമേ മറ്റാർക്കെങ്കിലും ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കമ്മിറ്റിയിൽ കൊടുത്തിട്ട് പ്രയോജനമില്ലെങ്കിൽ അതിന് മുകളിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി ആ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൊടുക്കണം. കാരണം എവിടെയും ഇതേപോലെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഈ ജോലിക്ക് വരുന്നവർക്ക് അവരുടെ ജോലി സ്ഥിരമായിട്ട് കിട്ടുന്നതിനും പ്രൊമോഷൻ കിട്ടുന്നതിനും ശമ്പള വർധനവിനും എല്ലാമായിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അവരെ മലേഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് കാസർഗോഡൊക്കെ ഉള്ള ചില കോളേജുകളിൽ നടന്ന സംഭവങ്ങളുടെ സാഹചര്യങ്ങളിൽ ISISലേക്ക് റിക്രൂട്ട് ചെയ്ത സാഹചര്യത്തിൽ എല്ലാം നമ്മളിതിനെ വീക്ഷിക്കേണ്ടതാണ്. ഈ സത്യങ്ങൾ കേരളത്തിലെ പെൺകുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അറിയിക്കേണ്ടതാണ്. ജോലിക്ക് പോകുമ്പോൾ പോലും നിങ്ങളുടെ കുട്ടികളെ പഠനത്തോട് അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം മാതാപിതാക്കൾ അതിനുശേഷവും കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നൊരു പാഠം കൂടിയാണ് നമുക്ക് തരുന്നത്. ഈ TCS എന്ന് പറയുന്ന കമ്പനി അത് ഏറ്റവും വിശ്വാസ്യമുള്ള ഒരു കമ്പനി കൂടിയാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസമുള്ള കമ്പനികളുടെ എണ്ണം പറഞ്ഞ കമ്പനികളിലൊന്നാണ്. അവിടെ അത് സംഭവിക്കാമെങ്കിൽ മറ്റേക്ക് വരാൻ ഇത്ര താമസിക്കുകയും ചെയ്തുവെങ്കിൽ മറ്റേ എവിടത്തുള്ള സുരക്ഷ ഇത് ഒരു ആക്ച്വലി നമ്മളൊരു റിവ്യൂ നടത്തേണ്ടതാണ്, ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കുറേ നമ്പേഴ്സ് കൊടുത്തിട്ട് ആ നമ്പേഴ്സിൽ ഇതിൻ്റെ പരാതികൾ സ്വീകരിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഈ പരാതികളുടെ മീട്ടു വന്നതുപോലെ ഒരിക്കൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ എല്ലാവരും പറഞ്ഞതുപോലെ അതേപോലെ നമ്മൾ ശ്രമിച്ച് നോക്കേണ്ടതാണ്. ഇപ്പം നാസിക്ക് ഈ ഒരു പരാതി ഉയർന്നു വന്നു. ഒരുപക്ഷെ സാറ് പറഞ്ഞ പോലെ ഒരു നമ്പറുകൾ കൊടുത്ത് പരാതികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ വീഡിയോസൊക്കെ നമുക്കും കാണാൻ കിട്ടുന്നുണ്ട് പലപ്പോഴും. നാർക്കോട്ടിക്സൊക്കെ കൊടുത്ത് കുട്ടികളെ ഫോട്ടോ എടുത്ത എല്ലാവരും കൂടി പലപ്പോഴും ലൈംഗികമായിട്ടുള്ള ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് പിന്നീട് അവിടെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ വളരെ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലും നമ്മൾ നാർക്കോട്ടിക്സിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ അറിയാം, എപ്പോഴും ഒരു ഹിന്ദു ഓർ ക്രിസ്ത്യൻ പെൺകുട്ടിയും പിന്നീട് ഉണ്ടാകുന്നത് മറ്റ് ആണുങ്ങളുമാണ് പിടിക്കപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷവും. അപ്പോൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കണം. അപ്പോൾ ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തായി വന്നത്? അത് മറ്റു വിഭാഗത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പോലും വരുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഈ ഡ്രഗിൻ്റെ എല്ലാ കേസസിലും നമ്മൾ കാണുന്നത് അതാണ്. ഈ യുവതലമുറയിൽ സ്ത്രീകൾ പെൺകുട്ടികളെ വളരെ വേഗത്തിൽ വഴിതെറ്റിക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ്. എന്താണ് ഇതിനകത്തൊരു അല്ല, അവർക്ക് ഒന്നാമത്തേൽ അവരുടെ ബേസിക് സ്ട്രക്ചറിൽ അവർക്ക് അവരുടെ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. അത് ചെറുപ്പത്തിലൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് വഴിതെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അണുകുടുംബങ്ങളാണ്, എല്ലാ മൊബൈൽ ഫോണുകളിലൊക്കെയാണ്. അപ്പോൾ പരസ്പര ബന്ധങ്ങളില്ല. അതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക ഘടകങ്ങളും സാമ്പത്തിക കാര്യങ്ങളുണ്ട്. ജോലി നിലനിർത്തുന്നതിന്, ജോലി കിട്ടുന്നതിന് ഇതിനൊക്കെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വളഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അന്വേഷണം എന്ന രീതിയിൽ. കൂടുതൽ എന്താണ് സാർ സജസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത്? അല്ല, ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് നാഷണൽ വൈഡ് ഒരു ഇതേപോലെ പ്രൈം മിനിസ്റ്ററുടെ ഗ്രീവൻസ് സെല്ല് പോലെ ഒരു ഗ്രീവൻസ് സെല്ല് പോലെ ഉണ്ടാക്കിയിട്ട് ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ട് ഗ്രീവൻസ് അറിയിക്കാനായിട്ട് പ്രോപ്പറായിട്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. രണ്ടാമത് സംസ്ഥാന തലങ്ങളിൽ ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു
നിങ്ങൾക്കെതിരെ ഇത്തരം നടപടികൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാം, സേഫായിരിക്കും നിങ്ങൾ എന്ന് പ്രൊക്ലെയിം ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിനൊരു റിലീഫ് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുതന്നെയാണ് ദേശീയ തലത്തിൽ തന്നെ ഇതിന് തടയിടുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്.